ഇനിയിപ്പം നേരെ ലേബർ റൂമിലോട്ട് കയറ്റുവാണ്. അയ്യോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും പാടും. എന്താണ് ഹോസ്പിറ്റലിലായപ്പോൾ ഉള്ള അഭിപ്രായം പറയും? നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ഒക്കെ ഇട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ചു. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് എനിക്ക് പനി പിടിച്ചു. അപ്പോൾ ഒരു 4:30 എനിക്ക് പെയിൻ വന്നിട്ട് ദെൻ ഞാൻ കിടന്നു. എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് എന്നാണ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ചു. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ വേറെയും ആയിട്ട് ഓരോ വീഡിയോസും ഞാനിങ്ങനെ ഇടാനൊക്കെ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് എനിക്ക് പനി പിടിച്ചു. പനി പിടിക്കാന്ന് വെച്ചാൽ ഇന്ന് ആക്ച്വലി എനിക്ക് ഇന്ന് വെളുപ്പിന് ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ശരീരത്തിന് എൻ്റെ അബ്ഡോമിനൽ ഭാഗത്ത് റൈറ്റ് സൈഡിൽ എനിക്കൊരു ചെറിയ പെയിൻ വന്നു. അപ്പോൾ നോർമലി നമുക്ക് ഈ സമയത്ത് സ്ട്രെച്ചൊക്കെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെന്ന് കരുതിയിട്ട് അത് വലിയ സീരിയസ് ആയിട്ട് കണ്ടില്ല. വെള്ളമൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തു. ഒരു 4:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിക്ക് വയറ് കഴപ്പും, നമുക്ക് പീരീഡ്സിൻ്റെ ക്രാംസ് വരുന്ന കണക്ക് വയറിന് അബ്ഡോമിൻ്റെ ഭാഗത്ത് നല്ല കഴപ്പും, പിന്നെ ബാക്ക് നടു നല്ല കഴപ്പുണ്ടായിരുന്നു, പെയിൻ ഉണ്ടായിരുന്നു, തൊട ബോഡി ഫുള്ളി എനിക്ക് പെയിനായി തുടങ്ങി. അപ്പോൾ എന്താണ് ഏതാണെന്ന് എനിക്കറിയാൻ വയ്യ. നമുക്ക് ഇപ്പം ഇത് കറക്റ്റ് ട്രൂ ആയിട്ടുള്ള ലേബർ പെയിൻ ആണോ, ഫാൾസ് ആയിട്ടുള്ള ലേബർ പെയിൻ ആണോ, കോൺട്രാക്ഷൻസ് ആണോ, എന്താണ് എങ്ങനെയാണ് ഒന്നും എനിക്കറിയാൻ പറ്റിയില്ല. അപ്പോൾ ഒരു 4:30 എനിക്ക് പെയിൻ വന്നിട്ട് ദെൻ ഞാൻ കിടന്നു. എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു, മാറുമെന്ന് കരുതി കിടന്നു. എന്നിട്ട് 5:30 ആയപ്പോഴത്തേക്ക് എണീച്ചപ്പോഴത്തേക്ക് വീണ്ടും അതേ സെയിം സാധനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി 1 hour ആയിട്ട് സ്റ്റേബിളായിട്ട് ഈ പെയിൻ ഉണ്ടെന്ന്. കാരണം ഞാൻ കിടക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ലധികം പെയിൻ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഉറങ്ങിയില്ല. 5:30 മണിക്ക് എണീച്ച് ഞാൻ പിന്നീട് ഉറങ്ങിയില്ല. ദെൻ 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒത്തിരി ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് ബ്രെഡ് കഴിച്ചതിന് ശേഷം വീണ്ടും പോയി കിടന്നു. കാര്യം ഓൾറെഡി ഉറക്കമില്ല. ഇപ്പോൾ ഈ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന എല്ലാവർക്കും മനസ്സിലാവും, നമുക്ക് ഉറക്കം കാണത്തേ ഇല്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ട്. അപ്പോൾ ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോയി കിടന്നു. കിടന്നതിന് ശേഷം ഞാൻ പിന്നീട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നീട് എണീക്കുന്നത്. അപ്പോൾ അന്നേരം എണീച്ചപ്പോഴത്തേക്ക് എനിക്ക് ബോഡി ഫുള്ള് പെയിൻ ഉണ്ടായിരുന്നു. ഈ വയറിന് ഈ വേദന വന്ന് ഇങ്ങനെ പോയതുകൊണ്ട് തന്നെ വയറിന് മൊത്തത്തിൽ ഒരു പിരിമുറുക്കും അസ്വസ്ഥതകളും, ഇടയ്ക്ക് ടൈറ്റ് ആവുന്നു, ലൂസാവുന്നു. വെളുപ്പിന് ഓൾറെഡി പെയിൻ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോവാം, ബാഗ് പാക്ക് ചെയ്യാൻ, ബാഗ് എടുക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചു. പിന്നെ എന്തോ എനിക്ക് മേ ബി ഇനി ഫാസ്റ്റ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ആയിരിക്കും, റെസ്റ്റ് എടുത്താൽ മാറും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ തന്നെ കിടന്നു. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ക്ഷീണമുള്ളതുകൊണ്ട് കിടക്കുമായിരുന്നു, ഫുള്ള് കിടക്കുമായിരുന്നു. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ബോഡി നല്ല രീതിക്ക് വീണ്ടും പെയിനായി തുടങ്ങി. പിന്നെ ഇടവിട്ട് ചൂട് വരുന്നു, ശരീരമൊക്കെ ഒരുമാതിരി പനി പോലെ ചൂട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി സംതിങ് എന്തോ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അതിനുശേഷം ചേട്ടൻ വർക്കുണ്ടായിരുന്നു. വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാം, ഹോസ്പിറ്റലിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പോവാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങി. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ അറിയാമല്ലോ, നമുക്ക് എന്തായാലും ബേബിയുടെ, അതും നമുക്ക് ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ബേബിയുടെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ള അവർ നോക്കും. അപ്പോൾ ബേബിയുടെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കി അത് ഓക്കെ ആണ്, ഫൈനാണ്, വേറെ പ്രശ്നവും കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, ഏകദേശം 99.something എനിക്ക് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ചേട്ടൻ പറഞ്ഞു നിനക്ക് പനി ഉണ്ട് അപ്പൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, മേ ബി അത് ഹോർമോൺ ചേഞ്ചസ് ആണെന്ന് എനിക്ക് തോന്നിയായിരിക്കും, പനിയായിട്ട് കാണൂല എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഓൾറെഡി എനിക്ക് നടുവിന് കഴപ്പുണ്ടായിരുന്നു, വയറിന് കഴപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് യൂറിൻ്റെ കളർ എങ്ങനെയാണ്,
പിന്നെ യൂറിൻ പോകുമ്പോൾ എരിച്ചിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, പെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വോമിറ്റിംഗ് ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് യൂറിനൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഏകദേശം ഇപ്പം കഴിഞ്ഞ വീക്ക് വരെയും ഞാൻ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നുണ്ടായിരുന്നു യൂറിനൽ ഇൻഫെക്ഷൻ്റെ. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ചെറിയ ORSൻ്റെ പാക്കറ്റ് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. കാര്യം യൂറിനൽ ഇൻഫെക്ഷൻ വരരുതല്ലോ. അപ്പം ഞാനായിട്ട് തന്നെ അത് ചികിത്സിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് യൂറിനൽ ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ യൂറിനൽ ഇൻഫെക്ഷൻ്റെ പനിയാണ് എനിക്ക് ഓൾറെഡി വന്നത്. അപ്പോൾ അതെനിക്ക് മനസ്സിലായില്ല ഈ ഇത്രയും. പക്ഷെ വെളുപ്പിന് എനിക്ക് നല്ല രീതിക്ക് കഴപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കരുതി അയ്യോ ഡെലിവറി ആയോ എന്നൊക്കെ പേടിച്ചു പോയി. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത്, ഡോക്ടറെ എനിക്ക് ഇപ്പോഴെങ്ങനെ ഡെലിവറിക്ക് എങ്ങനെ നോക്കുമോ, ഡെലിവറി ഉണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തു, ബ്ലഡിലൊന്നും വിഷയമില്ല. അപ്പോൾ യൂറിൻ നോക്കിയതിലാണ് കൾച്ചറും ഇൻഫെക്ഷനും നോക്കിയപ്പോഴത്തേക്കാണ് എനിക്ക് അതിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ യൂറിനൽ ഇൻഫെക്ഷൻ്റെ പനിയാണ് എനിക്ക് വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ചേട്ടനോട് പറഞ്ഞ്, ചേട്ടാ എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനും എനിക്ക് വയ്യ. ഞാൻ പണ്ടോട്ടെ എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, പനിയാണെങ്കിൽ കൂടി അങ്ങനെ പോകുന്നത് പൊതുവെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് വയ്യാതായി കഴിഞ്ഞാൽ ചികിത്സിക്കാതിരിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ഇപ്പം ബേബി നമുക്ക് വയറ്റി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ ഒരു കാര്യത്തിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ചേട്ടനാണെങ്കിൽ എന്തെങ്കിലും ചെറിയ പെയിൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അപ്പോൾ ബാഗ് എടുക്കട്ടെ, അപ്പോൾ ഫയൽ എടുക്കട്ടെ എന്ന് പറഞ്ഞു നിൽക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ക്യാൻറ്റീനിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ക്യാൻറ്റീൻ ക്ലോസ് ചെയ്തു. ആകെ 2 പഴംപൊരിയാണ് കിട്ടിയത്. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചെങ്കിലും നല്ല വിശപ്പുണ്ട്. സൊമാറ്റോയിൽ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങണം. ചേട്ടാ എന്താണ് ഹോസ്പിറ്റലിലായപ്പോൾ ഉള്ള അഭിപ്രായം പറയും? നന്നായിട്ടുണ്ട്. വെള്ളമൊക്കെ ഞാൻ കുടിക്കും. പക്ഷെ ഈ സമയത്ത് ഗർഭിണിയൊക്കെ അറിയാമല്ലോ, നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും അത് വരും, യൂറിനൽ ഇൻഫെക്ഷൻ വരും. ജസ്റ്റിസ് ഫോർ പ്രഗ്നന്റ് ലേഡീസ്. കേട്ടാ? നാളെ ഡിസ്ചാർജ് ചെയ്യോ ഇല്ലയോ അറിയത്തില്ല. അപ്പോൾ രാവിലെ വന്നിട്ട് അവർ പറയും എന്താണെന്നുള്ള കാര്യം പറയും. പിന്നെ എന്തായാലും ആൻറ്റിബയോട്ടിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. എനിവേ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മെൻ്റലി കൂടി ഞാനങ്ങ് ഡൗൺ ആയി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലവ് യു. എത്രയുണ്ട്? 160. ആഹാരത്തിന് മുന്നേ ഉള്ളത്, ഫാസ്റ്റിംഗ് മുന്നേ ഉള്ളത് നോക്കി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് 160 ഉണ്ട്. ഉച്ചയ്ക്ക് എനിക്ക് ഫാസ്റ്റിങ്ങിന് മുന്നേ ഉള്ള നോക്കിയപ്പോൾ എനിക്ക് 88 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തലകറക്കവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ ചെന്നിട്ട് നഴ്സിംഗ് സ്റ്റേഷനിൽ പറഞ്ഞ് എനിക്ക് തലകറക്കമുണ്ട്, വലിയ ക്ഷീണമാണ്. അപ്പോൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിക്കാതിരുന്നാൽ ഷുഗർ കുറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷുഗർ കുറഞ്ഞല്ലേ, ശരി 3 വാഴയ്ക്കൊക്കെ ഞാൻ കഴിച്ചു. പഴംപൊരി 3 പഴംപൊരിയും കഴിച്ച് ചായ ഇച്ചിരി ഇടോളം പഞ്ചസാര ഇട്ട് കഴിച്ച്. ഞാനാ അയ്യോ അതെ സിസ്റ്ററെ, 3 വാഴയ്ക്കപ്പത്തിന്റെ കയറിയത്. ആരോടെയല്ല ഞാൻ പറഞ്ഞു കിടക്കുന്ന 3 വാഴയ്ക്കപ്പത്തിന്റെ. അപ്പം ഒരു പഴംപൊരിക്ക് 30 വെച്ചാണ്. ഒരു പഴംപൊരി 30, 60, 90. ബാക്കി 20 ചായയിലുള്ള ഇടോളം പഞ്ചസാരയുടെ 20. പോരാത്തതിന് പിന്നെ ചോറ് ഗുഡേര ബിസ്ക്കറ്റ് 4 എണ്ണം തരും. അപ്പം അതിന്റെ 20. ഓക്കെ, കറക്റ്റാണ്. കണക്കിനൊരു തെറ്റുമില്ല, കണക്കിനൊരു പാളിച്ചയില്ല. അതൊരിക്കലും ഒരു തെറ്റല്ല ആയിട്ട് എനിക്ക് തോന്നുന്നില്ല.
കാരണം ഞാൻ ഗർഭിണിയാണ്, എനിക്ക് വിശക്കും, അല്ലെങ്കിൽ തന്നെ എനിക്ക് വിശപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്താണ് എങ്ങനെയുള്ള ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യം ഒക്കെ പറയും. ഇനിയിപ്പം ഇൻസുലിൻ്റെ സെക്ഷനിലോട്ട് പോകില്ല എന്നാണ് വിശ്വാസം, അറിഞ്ഞുകൂടാ. എനിക്ക് ഗുളിക മുമ്പ് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു ഈ പ്രഗ്നൻസി ടൈമിൽ തന്നെ. അപ്പം ഗുളിക കഴിക്കുമ്പോഴത്തേക്ക് എനിക്കത് വയറ്റിന് പ്രശ്നം ഉണ്ടാക്കി. ഗുളിക പിന്നെ ഗുളിക നിർത്തിയിട്ട് പിന്നീട് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ ഇല്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഡോക്ടർ എന്നെ വിശ്വസിച്ച് വീട്ടിൽ വിട്ടു. കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ ലഡു തിന്നു. ഏകദേശം ഇപ്പോൾ എത്ര ദിവസം? 4 ദിവസമായി. 2 ലഡു, പിന്നെ ഇടയ്ക്കൊക്കെ മധുരമൊക്കെ കുറച്ച് കഴിച്ച്. നമ്മൾ മനുഷ്യന്മാരല്ലേ, ഗർഭിണികളും മനുഷ്യന്മാരാണ്. അപ്പം ഇനിയിപ്പോൾ ഡോക്ടർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും. 3 വാഴയ്ക്കപ്പത്തിൻ്റെ കണക്കിപ്പം ഞാൻ ആർക്കെല്ലാം പറയേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ ഒന്നും കഴിക്കണില്ല, പട്ടിണി. ഇന്നോട്ട് പട്ടിണിയാണ് ഞാൻ. റേവതി എത്ര ലിറ്റർ ആയി വെള്ളം? 1 2 3 4 5 6 7 8. ഇപ്പൊ എത്ര എണ്ണം കുടിച്ച്? 1 2 3 4 5 ലിറ്റർ വെള്ളം. നാളെ ഇനിയിപ്പോ ഡിസ്ചാർജ്, ഇന്നെന്തായാലും ഇനിയിപ്പോ ഡിസ്ചാർജ് ചെയ്യത്തില്ല. നാളെ എന്തായാലും ഡിസ്ചാർജ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോയിട്ട് വേണം വർക്കൊക്കെ ചെയ്യാനായിട്ട്, പോയിട്ട് വേണം പാട്ടൊക്കെ ഇടാനായിട്ട്. എൻ്റെ പാട്ടുകൾ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. പാട്ടിൻ്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ. ഈ മെസ്സേജൊക്കെ കിട്ടുമ്പോഴത്തേക്കിനെ ഞാൻ അയ്യോ ഇതുകൊണ്ട് പാട്ടൊന്നും ഞാൻ ഇപ്പം ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു മനസ്സിൽ ഭയങ്കര ഇമോഷനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും പാടും. കൺഫേംലി ഞാൻ എന്തായാലും ചെന്നിട്ട് ഇനി അടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യും. എൻ്റെ പാട്ട് എല്ലാവരും കേൾക്കണം, ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും, മാക്സിമം ഷെയർ ചെയ്യുക. ഈ ടൈമിൽ ഞാൻ എടുക്കുന്ന ഈ എഫേർട്സ് ആരും കാണാതെ പോവരുത്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഫേർട്സ് എടുക്കുന്നത്. സോ ഇനിയിപ്പോൾ നാളെ നമുക്ക് കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ലേബർ റൂമിലോട്ട് കയറ്റുവാണ്. ബേബിയുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ വെളിയിൽ ഇപ്പം നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ചെയ്യണം. രാവിലെ ലേബർ റൂമിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. അന്നേരം പ്രത്യേകിച്ച് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫീറ്റൽ മൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം നോർമലായിരുന്നു. അതിനുശേഷം പിന്നീട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം എനിക്ക് റാൻഡമായിട്ട് എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വയറ്റിന് ഒരു അബ്ഡോമിനിൻ്റെ ഭാഗത്ത് ഒരു പ്രഷർ, പിന്നെ ചെറുതായിട്ട് പെയിൻ, നടുവിന് ബാക്ക് പെയിൻ, പിന്നെ ചെറിയ 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 ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടുകളും വന്നപ്പോഴത്തേക്ക് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒന്നുകൂടി ലേബർ റൂമിൽ കയറിയിട്ട് ഇതെനിക്ക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അതിൽ പെയിൻ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലേബറിൻ്റെ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡ്യൂ ഡേറ്റ് തരുമെങ്കിലും കറക്റ്റ് നമുക്ക് എപ്പോഴായിരിക്കും ലേബർ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാര്യം കറക്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ലേബറിൻ്റെ കറക്റ്റ് ഇൻഡിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ലേബറിനെ നോക്കും. മാക്സിമം
കുറച്ചും കൂടി നാള് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് വരെ എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നോക്കും. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ലേബറിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബേബിയുടെ പൊസിഷൻ ഹെഡ് ഓൺ പൊസിഷൻ ആണ്. അപ്പോൾ ബേബി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ ഹെഡ് ഫിക്സ് ആയിട്ടുണ്ട്, താഴോട്ട് ഫിക്സ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. പിന്നെ മാക്സിമം ഇപ്പോൾ പെയിൻ പ്രോഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ ലേബറിനെ നോക്കും. മാക്സിമം ജനുവരി ഒക്കെ ആയിട്ട് മതി എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ, അല്ലേ ഏട്ടാ? നമുക്ക് പ്ലാൻ ഉണ്ട്, പക്ഷെ എല്ലാം മോളിരിന്നാണ് എല്ലാം നിശ്ചയിക്കുന്നത്. സോ എല്ലാം കഴിഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് കുളിച്ചു, ഫുഡൊക്കെ കഴിച്ചു, ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു, അപ്പോൾ ചായ കുടിച്ചു. അപ്പോൾ അന്നേരം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനൊന്ന് ഫ്രീ ആണ്. ഇനിയിപ്പോൾ നൈറ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് ഇതിന് പെയിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പ്രോഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ ഓരോന്ന് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും മാക്സിമം UTI ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഹോസ്പിറ്റലിൽ വരണം കേട്ടോ. കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. UTI വന്നു കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കരുത്. മാക്സിമം നമ്മൾ ഹോസ്പിറ്റലിൽ വരിക, ഡോക്ടറെ കാണിക്കുക, അതിൻ്റെ കറക്റ്റ് നമ്മൾ എന്തൊക്കെയാണോ അതിൻ്റെ മെഡിസിൻസ് എടുക്കുക. മാക്സിമം നമ്മൾ ഹെൽത്ത് കെയർ ആയിട്ട് നോക്കാനായിട്ട് പറ്റുക. പിന്നെ മെയിനായിട്ട് എനിക്കൊരു അഡ്വൈസ് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് പേര് ചെയ്യുന്ന എക്സസൈസുകൾ, അതായത് ബേബി ഹെഡ് ഓൺ പൊസിഷൻ ആവാനായിട്ട് ഇന്ന എക്സസൈസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി കിട്ടാനായിട്ട് ഇന്ന എക്സസൈസ് ചെയ്യണം. അപ്പൊ അതൊന്നും കണ്ടിട്ട് ഒരിക്കലും ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകരുത്. ഞാൻ അങ്ങനെ ഇതുവരെയും ചെയ്തിട്ടില്ല. എനിക്ക് നോർമലി ആണ് ബേബി ഹെഡ് ഓൺ പൊസിഷൻ ആയത്. പിന്നെ സാധാരണ എന്തെങ്കിലുമൊക്കെ ജോലികൾ, വലിയ റിസ്കി ഇല്ലാത്ത ജോലികൾ ചെയ്യും. പിന്നെ ഈ പഴയ ആൾക്കാർ പറയുന്ന കുനിഞ്ഞ് മുറ്റം അടിക്കുക, അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ എങ്ങനെ നമുക്ക് ബെൻഡ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഗൂഗിളിലോ എന്തിലെങ്കിലൊക്കെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ പറയും. അപ്പൊ അതനുസരിച്ച് മാത്രം ബെൻഡ് ചെയ്യുക, സാധനങ്ങൾ എടുക്കുക. അല്ലാതെ ഒരിക്കലും ഒരു കാരണവശാലും കുനിഞ്ഞ് തുണി എഴുവാനോ അല്ലെങ്കിൽ കുനിഞ്ഞൊന്നും പണികൾ എടുക്കാനോ പോവരുത്. ഇപ്പം ചിലര് ഇത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കറിയാം എന്ന് പറയുന്നവർ കാണുമായിരിക്കും. സോ അല്ലാതെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ ഒന്നും ചെയ്യണമെങ്കിൽ ഈ പ്രഗ്നൻസി ടൈമിൽ പുതിയതായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാനും പോകരുത്, പുതുതായിട്ട് പ്രത്യേകിച്ച് ജോലികൾ ചെയ്യാൻ പോകരുത്, പുതുതായിട്ട് യൂട്യൂബിൽ കണ്ടിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ട് പോകരുത്. എല്ലാം ഒരു ഡോക്ടറിന്റെ അഡ്വൈസോട് കൂടി മാത്രം ചെയ്യുക. അതുപോലെ മാക്സിമം ഫുഡ് ഡയറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ എനിക്ക് തന്നെ കൊതികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ചില നേരം ഭയങ്കര വിശപ്പായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഷുഗറിന്റെ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. സോ പക്ഷെ ഷുഗറിന്റെ അളവ് മാക്സിമം നമുക്ക് ഈ സമയത്ത് 130 വരെയൊക്കെ ആവാം. അപ്പോൾ അത്രയൊന്നും ഇപ്പോൾ എനിക്ക് ഞാൻ ഫുഡൊന്ന് കൺട്രോൾ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത്രയും അത് കഴിഞ്ഞിട്ട് ഓവറായിട്ടൊന്നും പോകുന്നില്ല. ഒരു 120 അല്ലാന്നുണ്ടെങ്കിൽ ഫുഡിന് മുന്നേ 100 അല്ലെങ്കിൽ 88 ആ ഒരു ലെവലിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ മാക്സിമം ഹെൽത്തൊക്കെ നല്ല കെയർ ആയിട്ട് വെച്ചേക്കാം. പിന്നെ മെയിനായിട്ട് UTI ഒക്കെ വന്നു കഴിഞ്ഞാൽ വരാതിരിക്കാൻ സൂക്ഷിക്കാം. ഒരു ദിവസം മാക്സിമം എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റും അത്രത്തോളം വെള്ളം അത് തിളപ്പിച്ച് കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കേസ് മേടിച്ച് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. മാക്സിമം ഈ സമയത്ത് സ്ട്രെസ് ഒന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും. ഓക്കെ.